ബെസ്റ്റ് പൊന്നെ, നന്നായിട്ട് കളിക്കണേ. വാൻ വരുന്നു. ഫുട്ബോളിൻ്റെ കോമ്പറ്റീഷന് ഇന്ന് പാലായി വെച്ച് ഫസ്റ്റ് റൗണ്ട് ജയിച്ചാൽ ഫൈനലിൽ കയറാം. 12 സ്കൂളോ മറ്റാ. അപ്പോൾ വാൻ ഇന്ന് എത്തി. നേരത്തെ അല്ല, വീഡിയോ പിടിക്കുന്നില്ലേന്ന് എന്നോട് ചോദിക്കുക. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവല്ലേന്ന്. ഞാൻ പറഞ്ഞെങ്കിൽ ശരി പിടിക്കാമെന്ന് പറഞ്ഞ് കണ്ട് ഓടി. വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പം വാൻ വന്നു. ഞാൻ ഇനി പ്രാർത്ഥിക്കട്ടെ, ഓഫ് ചെയ്യട്ടെ. ആരൻ്റെ വാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. കൂർക്ക മെഴുക്കുവരട്ടി വെച്ചാലോ? ഇതേണ്ടേ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് സമയം കളയാതെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി കഴിയുമ്പം കടുകിടാം. എൻ്റെ ഫ്രണ്ട് പ്രീതി ദിലീപ് എന്നോട് പറഞ്ഞു മെഴുക്ക് പുരട്ടിക്ക് അവർ കടുകിടാറില്ലെന്ന്. ഓരോ സ്ഥലത്തോട്ട് ഓരോന്നായിരിക്കും. അതോ ഇനി ഞാൻ എല്ലാത്തിനും നിരത്തി പിടിച്ചിടുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. എനിവേ കടുകിട്ടു, കറിവേപ്പില ഇട്ട് 2 വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് അത് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒന്ന് ഇളക്കി തീ കൂട്ടി വെച്ച് വേണ്ട, ഒരു 1/2 ഇഞ്ച് പോലും കനയില്ല, ഒരു കുഞ്ഞ് ഇഞ്ചിയായിരുന്നു, 4 ഇഞ്ചെന്ന് പറയാം. അത് വേണ്ട, ഒന്ന് ചതച്ച് കൂർക്കയ്ക്ക് ഒത്തിരി അത് വേകണ്ടേ. കൂർക്കയ്ക്ക് ഇഞ്ചി ഒരു നുള്ള ശക്കല ഇടുന്നതല്ല. ഇപ്പോൾ ദാ ഒരു കുഞ്ഞ് 3-4 വെളുത്തുള്ളി ചതച്ചിട്ട്, പിന്നെ ദേ പച്ചമുളക് ചെറിയ 3-4 എണ്ണം. ഇനി ചെറിയ ഉള്ളി വേണ്ട, ഒരു 10-12 എണ്ണം ചെറുത്. ആ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ആദ്യമേ അങ്ങോട്ട് വറക്കുകയോ എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പം വാടി വന്നോളും. 2 ഉപ്പുകല്ലൂടെ ഇട്ടങ്ങ് വഴറ്റാം. എല്ലായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ശക്കല മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാതാണ് ഞങ്ങൾ വയ്ക്കാറുള്ളത് പണ്ടൊക്കെ. ഇപ്പം പക്ഷെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. എല്ലാം വിഷമല്ലേ. ഇത് നമ്മളുടെ വീട്ടിലെ സാധനമല്ലല്ലോ, പുറത്തെ സാധനമല്ലേ. അതുകൊണ്ട് ശകലം മഞ്ഞൾപ്പൊടി. കൂർക്കയ്ക്കൊക്കെ എങ്ങനെ വിഷം അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കിഴങ്ങ് വർഗ്ഗ വിഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും നമ്മളിച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇടുന്നതല്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതല്ലേ. കുരുമുളക് പൊടി ചിലരിടും, ചിലരിടത്തില്ല. 2 എണ്ണം ഇട്ടേക്കല്ലേ. എനിക്കിടാത്തതാണ് ഇഷ്ടം. പിന്നെ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ, ജലദോഷമൊന്നും പിടിക്കണ്ട. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 7ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച കൊച്ച് മരിച്ചുപോയി. എൻ്റെ സെയിം പ്രായം. കിഡ്നിക്ക് എന്തോ തകരാറിലായിരുന്നു. 1-2 വർഷമായി. പക്ഷെ മരിക്കുമെന്നൊന്നും ഓർത്തില്ല. എന്തായാലും മരിച്ചു. ഇന്ന് രാവിലെയോ മറ്റോ. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, സ്കൂളിൻ്റെ ഗ്രൂപ്പിലും, പിന്നെ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ഹസ്ബൻഡുമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്റർ, അതായത് റിലേറ്റീവ് എന്ന് വേണേൽ പറയാം, അല്ലെ കസിൻ സിസ്റ്റർ എന്ന് പറയാം, അല്ലെ റിലേറ്റീവ് എന്ന് പറയാം. ആ പെങ്കൊച്ചിൻ്റെ ഹസ്ബൻഡ് എൻ്റെ ക്ലാസ്മേറ്റുമാണ്. അപ്പം രാവിലെ തൊട്ടൊരു മൂഡില്ലായിരുന്നു. അതറിഞ്ഞപ്പോൾ തൊട്ട് സങ്കടമാണ്. എങ്കിലും യൂട്യൂബിൻ്റെ അഭ്യർത്ഥന എല്ലാ ദിവസവും ഒരു ലോങ് വീഡിയോയും 3 ഷോർട്ട്സെങ്കിലും മിനിമം അങ്ങനെ മെയിലൊക്കെ നമുക്ക് വരാറുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം മനസ്സില്ലാ മനസ്സോടെ, പിന്നെ ചോറും കറിയും വെക്കാതിരിക്കാനും പറ്റുമല്ലോ, എല്ലാം ഉണ്ടാക്കി കഴിക്കണ്ടേ. പിന്നെ
ആഷറിന് ഇന്നലെ ഞാൻ ഇലപ്പൊതിച്ചോറ് കൊടുത്തു വിട്ട് ഇന്നും കൊടുത്തു വിടാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ മുട്ടയും പൊരിച്ച് കിഴങ്ങും കൂർക്കയും പുലർത്തി, പിന്നെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം മത്തിക്കറി ഇന്നലെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ മത്തി മേടിച്ച് കറി വെച്ചായിരുന്നു. അപ്പോൾ അത് ആരൻ മാത്രമേ ഇന്നലെ അത് കഴിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു, വൈകിട്ടായിരുന്നു. അപ്പം ആരൻ വന്നു കഴിഞ്ഞപ്പം മാത്രം കഴിച്ചതേ ഉള്ളൂ. പിന്നെ ആരും വൈകിട്ട് കഴിക്കാത്തതുകൊണ്ട് അത് ഇരിക്കുന്നു നല്ലതായിട്ട്. 2-3 ദിവസം തള്ളി നീക്കാനുള്ള മത്തിക്കറി ഇരിക്കുന്നു. ഇന്ന് വ്യാഴം, വെള്ളി, ശനിയാഴ്ചയല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം. പ്രാവശ്യം നെയ്ച്ചോറുണ്ടാക്കിയാലോ എന്ന്. നെയ്ച്ചോറും ചിക്കൻ കറി. ശനി ഞായറും ബിരിയാണിയല്ലേ. എളുപ്പം അതാ. ചർച്ചിലൊക്കെ പോയിട്ട് വരുമ്പം ചൂടാക്കി കഴിച്ചാൽ മതി. അല്ലെ രാവിലെ എഴുന്നേറ്റെല്ലാം ചോറും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടാ. 7 മണിക്ക് പോകണ്ടേ. അപ്പോൾ ഇത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വഴലുന്ന സമയം കൊണ്ട് നമ്മൾ അത്രയും സംസാരിച്ചല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വ്യൂസേ ഇല്ല, ഷോർട്സിന് നല്ലതായിട്ട് വ്യൂസുണ്ട്. എൻ്റെ റേഞ്ചിലുള്ള വ്യൂസ് കേട്ടോ, മില്യൺ കണക്കിനൊന്നുമല്ല. മില്യൺ കണക്കിനൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തതും എനിക്ക് ഒരു വകയും അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തതും ഇൻസ്റ്റാഗ്രാമാണ്. പക്ഷെങ്കിൽ അവിടെ മില്യൺ കണക്കിനൊക്കെ വീഡിയോസിനൊക്കെ വ്യൂസുണ്ട്. ഫേസ്ബുക്കിലും തരക്കേടില്ലാതുണ്ട്. പക്ഷെങ്കിൽ യൂട്യൂബിൽ ഇല്ല. സാരമില്ല. വെന്ത കൂർക്ക നമ്മളിത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇനി ഇതിപ്പം ചെറിയൊരു നനവുണ്ട്. ഇങ്ങനെ 1-2 തുള്ളി വെള്ളം അതിനകത്തുണ്ടായിരുന്നു, പറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതും വഴറ്റിയ സാധനം എല്ലാം കൂടെ ആയിട്ട് ഒന്ന് ആവി കയറുമ്പോൾ നല്ല യോജിച്ച് എല്ലാം പിടിച്ചോളും. അപ്പോൾ നമുക്ക് കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി ആഷേറിനൊരു മുട്ട പൊരിച്ചു കൊടുക്കട്ടെ. ആഷേറിന് പൊതിച്ചോറ് കെട്ടിക്കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതി. പൊതിച്ചോറ് കെട്ടി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ അതെടുത്ത് കഴിച്ചാലോ എന്ന്. നല്ല മണവും രുചിയല്ലേ. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം പൊതിച്ചോറ് ഇങ്ങനെ പൊതിച്ചോറ് അങ്ങനെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയില്ല. സ്കൂളിലും കോളേജിലും പിന്നെ ചോറ്റും പാത്രത്തിൽ, ഒറ്റ ചോറ്റും പാത്രത്തിൽ 10 ഗ്ലാസ് വരെ കൊണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. തരുതരൊന്നും മേടിച്ച് തരത്തില്ല. നമ്മളൊന്നും ചളുക്കത്തും ഇല്ല, തല്ലുകൊള്ളുകയല്ലേ. പിന്നെ +2-നാണ് ഇങ്ങനെ നീളവും വീതിയുള്ള ഇങ്ങനെ ചതുരത്തിലിരിക്കുന്ന പരന്ന ക്ലിപ്പിടുന്ന പാത്രം. +1-ന് പോകാൻ നേരം പ്രീ ഡിഗ്രി അന്നേരം എൻ്റെ ഫാദർ എനിക്ക് വാങ്ങിച്ചു തന്നെ. അതുവരെ ഒറ്റ ചോറ്റും പാത്രം, പൊക്കമുള്ള ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന വട്ടപ്പാത്രം. ഞാനങ്ങനെ ഇലപ്പൊതി കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം വേണ്ടേ മത്തിക്കറി, നമ്മുടെ എല്ലാം കൂടെ ഉള്ള തോരൻ, അതിനകത്ത് ഒരു മുട്ടയും കൂടെ ഇങ്ങനെ ഇട്ട് ചിക്കിയിട്ടുണ്ട്. പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടി, കൊതി വരുന്നു, നാരങ്ങ അച്ചാർ. പിന്നെ ആഷേറിന് ഞാൻ 2-3 കുഞ്ഞു കഷ്ണം ഉണക്കമീനും വെച്ചിട്ടുണ്ട്. അവനിഷ്ടമാണ്. അത് തീർന്നു, മിനിങ്ങാന്ന് വറുത്തതാണ്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കട്ടെ. നല്ല അമക്കി 2 ടൈപ്പ് ഇലയാണ്. ഇതുണ്ടോ, കാരണം ഇലയില്ലായിരുന്നു. ഇലയില്ലായിരുന്നു വെച്ചാൽ വാട്ടിയത് ആഷേറിന് കൊടുത്തിട്ട് മിച്ചമുള്ള ഇലയാണ്. അപ്പോഴെനിക്കൊരു ഐഡിയ, എനിക്കും അങ്ങ് കഴിക്കാമെന്ന്. അപ്പോൾ ഒന്ന് കെട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കട്ടെ.
അപ്പോൾ ചൂട് കഞ്ഞിക്കലത്തിൻ്റെ മേളിൽ ചൂടോടിരിക്കട്ടെ, നമുക്ക് ഉച്ചയാകുമ്പോൾ എടുത്ത് കഴിക്കാം. ഒരു മോരുകറി വെച്ചേക്കാം അല്ലേ? പുളിശ്ശേരിയല്ല കേട്ടോ, മോരുകറിയാണേ. ഞാൻ വെള്ളരിക്കായും പച്ചമുളകും ഉപ്പും കൂടെ കുക്കറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ദാ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുക്കറി വേവിക്കാൻ വെച്ചപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, സാരമില്ല. നമുക്ക് അതിനകത്തോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാവേ. അരപ്പിനകത്ത് തേങ്ങ, വീണ്ടും 2 കുഞ്ഞ് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, 2 കുഞ്ഞ് അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞ് ചുമന്നുള്ളി, ഒരു 1/4 ഇഞ്ച് കനത്തിലൊരു ഇഞ്ചി, 1/4 ഇഞ്ച് നീളത്തിൽ. എന്നാന്നറിയാം, ഞാനത് മോരുകറിക്ക്, പുളിശ്ശേരി അല്ല മോരുകറിയാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇഞ്ചിയൊക്കെ അരയ്ക്കും കേട്ടോ. അപ്പോൾ എല്ലാം ആയില്ലേ? മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും അരച്ചു തേങ്ങയുടെ കൂടെ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് യോജിക്കട്ടെ. ഇത് കഴുകി ഇതിനകത്തോട്ട് നമുക്ക് ആ മോരൂടെ ഒഴിച്ച് ഈ ജാറിനകത്ത് അരച്ചുകൊണ്ട് വരാം, ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇത് തീ കുറച്ച് വെച്ചിട്ട് പോവാം. തീ കൂട്ടി വെച്ചിട്ട് ഇതിപ്പോൾ ഇതിനകത്ത് തികയൊന്നും തോന്നുന്നില്ല, വേറെ ചട്ടി വെക്കേണ്ടി വരും. വേറെ ഇതിനകത്തോട്ടൊന്ന് മാറ്റട്ടെ. ഇനിയിപ്പം ഇതിൻ്റെ പാകത്തിനുള്ള ചട്ടിയില്ല. രാവിലെ ഞാൻ കൂർക്ക വലിയൊരു ചട്ടിക്കകത്ത് വെച്ചു, പിന്നെ ഒരെണ്ണത്തിനകത്ത് മത്തിക്കറി ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ നോക്കട്ടെ, ഉണ്ടോന്നേ നോക്കിയിട്ട് വരാം. ഇല്ല, കുഴപ്പമില്ല, നമുക്കേ ഇത്രയും മതി. ബാക്കി നമുക്കെടുത്തൊരു ഡപ്പായിൽ അടച്ചു വയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുക് വറുക്കാനുള്ളതെല്ലാം റെഡിയാക്കാം. ഓക്കെ, വെളിച്ചെണ്ണ, കടുക് ഉലുവായിട്ട് കൊടുക്കാവേ. മോരിവിടെ ഇരുന്ന് ചൂടാവുന്നുണ്ട്. ഉലുവായിട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, ചുമന്നുള്ളി. നിങ്ങളുണ്ടാക്കുന്ന പോലെ അല്ലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് പറയണേ. എന്തെങ്കിലും ചേർക്കേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളിയും ജീരകവും മാത്രമേ അരയ്ക്കുള്ളായിരിക്കും, ചുമന്നുള്ളി അരയ്ക്കത്തില്ലായിരിക്കും. ഞാൻ അരയ്ക്കുകയും ചെയ്യും, കടുകും താളിക്കും, എനിക്കിഷ്ടമാണ്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മോര് ഞാൻ നിർത്തുക, ചൂടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി കടുകും കൂടെ താളിച്ചതിൻ്റെ ചൂടുകൂടാകുമ്പം പിരിഞ്ഞു പോകും. ബാക്കി മോര് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. മോര് കറിക്ക് എല്ലാം ഉണ്ട്, അരപ്പിനകത്ത് എല്ലാം ചേർത്തില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി അരയ്ക്കുമ്പോൾ ഒരു ഫ്ലേവറാണ്, നല്ല പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇത് കടുകൂടെ താളിക്കുമ്പോൾ സൂപ്പർ. ഞാൻ ഇലപ്പൊടി കിട്ടി വെച്ചിരിക്കുക. തുറക്കുമ്പോൾ കുറച്ച് മോരുകറിയും കൂടെ ഒഴിച്ച് കഴിക്കണം. ആദ്യം ആ കറികളെല്ലാം കൂട്ടി കഴിച്ചിട്ട് ലാസ്റ്റ് മോരുകറി ചുമ്മാ ശക്കലം ലാസ്റ്റത്തെ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കണം. അതാ ഒരു തൃപ്തി. ആദ്യമേ മോരുകറി ഒഴിച്ചാലില്ലേ, നമുക്ക് പുളിശ്ശേരി ആണെങ്കിലും മോരുകറി ആണെങ്കിലും പച്ചമോരാണെങ്കിലും ആദ്യമേ ഒഴിക്കരുത്. നമ്മൾ ചോറുണ്ണാൻ മടുത്തു പോകും, പെട്ടെന്ന് വയറ് നിറഞ്ഞു പോകും, മടുത്തു പോകും. തീ ഓഫ് ചെയ്ത് ഇനിയും ഇതിലോട്ട് താളിപ്പിടാവേ. അന്നുള്ള കറികളാണ് ഇഷ്ടം. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടമേ അല്ല. അത് മീൻകറി മാത്രമേ അങ്ങനെ ഇഷ്ടമുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ മീൻകറി, എനിക്കല്ലാതെ ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ മോരുകറിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവുക. ഇനി എനിക്ക് ചോറുണ്ടിട്ട് പാത്രമെല്ലാം അങ്ങ് കഴുകുക, എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുക. എന്ന് വെച്ചാൽ പാചകം ചെയ്ത ഏരിയ വയ്ക്കാം. അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ലേ. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണേ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, തെറ്റുകുറ്റങ്ങളൊക്കെ അറിയിക്കണേ.
അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരയുമ്മ. ആശാറിന് പൊതിച്ചോറ് കിട്ടിയപ്പോൾ എനിക്കും ഒരു കൊതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പൊതിച്ചോറ് നമുക്ക് കഴിച്ചു നോക്കാമേ. നല്ല മണം. കെട്ടി വെച്ചപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര നാരങ്ങാക്കറിയുടെ മണം ആദ്യം വന്ന്. ഏറ്റവും ഇഷ്ടമുള്ള കറി കൂട്ടിയല്ലേ നമ്മൾ ഏറ്റവും ആദ്യം കഴിക്കത്തുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ സാധാരണ. അപ്പോൾ ഇതാ മോരുകറിയുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ആദ്യം ഇഷ്ടമേ ഈ നാരങ്ങാക്കറി. ചുമ്മാ നാരങ്ങയുടെ തോട് ഉപ്പിലിട്ട് വെച്ചിട്ട് അതങ്ങോട്ട് കൂട്ടി കഴിക്കട്ടെ. എന്നാ മണമെന്നറിയാം. ഇനി അടുത്തത് ഇഷ്ടം കൂർക്ക. അപ്പം കൂർക്ക കഴിക്കാം. കൂർക്ക കൂട്ടി കഴിക്കാം. അസാധ്യം. ഇനി അടുത്തത് മത്തി കൂട്ടി കയ്യിലെ ഫോൺ പിടിച്ചിരിക്കുന്ന സ്റ്റാൻഡേലല്ല. അപ്പം കൈ ഇങ്ങനെ മത്തിയുടെ ദശവും. എനിക്ക് എല്ലാ കറിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുഴയ്ക്കുന്ന ഇഷ്ടമല്ല. ഓരോ കറി വീതം കഴിക്കണം. ആരോ വരുന്നേ. എന്തോ അവിടെ ആരാ അലക്കല്ലേ ഇരിപ്പില്ലേ? അതെടുത്തോ. ആക്രി ഉണ്ടോ? ഒന്നുമില്ല. ആക്രി ഉണ്ടോന്ന്. ഇലപ്പൊതി കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴേ ആക്രി ശർക്കര ഉണ്ട്, ഇരുമ്പ് തുരുമ്പൊക്കെ. അപ്പം അതിപ്പോൾ എടുക്കാൻ പോയാൽ ഒന്നാം തരം ചോറിൻ്റെ ആ രുചി അങ്ങ് പോകത്തില്ലേ. അല്ലെ ഞാൻ സാധാരണ പുള്ളിക്കാരിയോട് വർത്താനമൊക്കെ പറഞ്ഞ് ചോറുണ്ടോയെന്ന് ചോദിക്കും, ചോറ് വേണമെന്ന് ചോദിക്കും. അപ്പം പറയില്ല, ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാന്നൊക്കെ പറയും. പിന്നെ വെള്ളമൊക്കെ കൊടുക്കും, പഴമൊക്കെ കൊടുക്കും. സൂക്ഷ്യം കണ്ടേ കൈകാര്യം ചെയ്യുള്ളൂ. അപാര ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ കാണിക്കാവേ.